ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിതാ നല്ല തേനൂറുന്ന രുചിയേറിയ വരിക്കച്ചക്ക പ്രഥമനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വരിക്കച്ചക്ക തയ്യാറാക്കുന്നത് എന്നൊരു വീഡിയോയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വരിക്കച്ചക്ക പായസം നിങ്ങൾ രുചിച്ച് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി വരിക്കച്ചക്ക പായസമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് അടുപ്പിൽ നിന്ന് ടേസ്റ്റ് നോക്കി തൊട്ട് നക്കിയൊക്കെ കൊണ്ട് ഓടുന്നത് നിങ്ങൾ കണ്ടോ? അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ചൗരി എടുക്കുന്നുണ്ട്. ഈ ചൗരി നമ്മൾ പ്രത്യേകിച്ച് വേവിച്ചൊക്കെ എടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചക്കയോട് ഒപ്പം ഇടുമ്പോൾ ആ ചക്കയും ചൗരി നന്നായിട്ട് വേവത്തുള്ളൂ. ഇവിടെ നിന്ന് കൊവുത്തി വെച്ചിരിക്കുന്ന ചൗരിയാണ്. ഈ ചവരിയെ ഞാനൊരു കുക്കറിൽ വച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ പോകുന്നത്. ഒരു ചെറിയ വിസിൽ വരുന്ന സമയം കൊണ്ട് ചവരി വേവും. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ചവരി അവിടെ വേവട്ടെ. ആ സമയത്ത് നമുക്ക് ചക്ക ഒന്ന് എറുത്തൊക്കെ എടുക്കാം. ചക്ക ഒന്ന് അരിഞ്ഞ് എടുക്കുന്നുണ്ട് നമ്മൾ. ഇനി നമ്മൾ നല്ല പാത്രം ചൂടായി കഴിഞ്ഞു. ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല പച്ച കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പച്ച കപ്പലണ്ടി നന്നായിട്ട് വറുത്ത് നമ്മൾ ഈ നെയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമ്മളിത് കോരി മാറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വറുക്കുന്നുണ്ട്. നല്ലൊരു ചെറിയ ചുമന്ന കളറിലൊക്കെ ഇത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം മതി. ഇനി അത് നമ്മൾ കോരി വയ്ക്കുമ്പോൾ കുറച്ച് കളർ കൂടിയൊക്കെ വരും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് മൂക്കും. അപ്പോൾ നമുക്ക് ഇത്ര മതിയാകുന്നതാണ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ കപ്പലണ്ടി കോരി എടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇനി നമുക്ക് കപ്പലണ്ടി കോരി മാറ്റിയതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി, ഇനി അടുത്തതാ കപ്പലണ്ടിയൊക്കെ നമ്മൾ വറുത്ത് കോരിക്കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ചക്കയേ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്കൊരു 4-5 പേർക്ക് ആവശ്യമായിട്ടുള്ള പായസം മാത്രമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കപ്പലണ്ടി ധാരാളമാണ്. അപ്പോൾ നമുക്ക് കപ്പലണ്ടി അത്ര മതിയാകും. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കാഷ്നട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാഷ്നട്ട് നമ്മളിതാ കുറച്ച് ഒരു നല്ല കാഷ്നട്ടാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളകി വരട്ടെ. നല്ലതുപോലെ ഇതൊന്ന് ചെറിയൊരു ചുവപ്പ് കളറിലൊക്കെ ആയി വരുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ ആ കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് കോരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരു കാരണവശാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ മനഃപൂർവ്വം പലരും നമ്മുടെ ചാനൽ കണ്ടിട്ട് പിന്നെ ഇഷ്ടമായാലും ഇഷ്ടമല്ലെങ്കിലും പലരും ലൈക്ക് അടിക്കാതെ പോകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കുറ്റമല്ല, അത് നമ്മുടെ കുറ്റം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കിസ്മിസ് നന്നായിട്ട് ഒന്ന് മൂത്ത് ഒരു ബബിള് പോലെ ഇങ്ങനെ വീർത്ത് വരണം. അതുവരെ നമ്മളിതൊന്ന് വറുത്ത് കൊടുക്കണം. എന്നാൽ ചോദിക്കും, ഇത് നമുക്കറിയത്തില്ലേ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ അങ്ങനെ അല്ലല്ലോ, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മര്യാദയ്ക്ക് ചെയ്യണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും ഇതിനെക്കാട്ടി നന്നായിട്ട് എല്ലാവരും ചെയ്യും, എല്ലാവർക്കും അറിയാമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് നമ്മുടെ ഈ ഒരു കിസ്മിസ് നല്ലതുപോലെ മൂത്ത് ഒന്ന് വീർത്ത് വരട്ടെ. അപ്പോൾ വീർത്ത് വരുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി കോരാം. അതുവരെ നമ്മൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ കിസ്മിസും വീർത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് ഇതൊന്ന് കോരിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കിസ്മിസും കൂടി ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ കാഷ്നട്ടും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കിസ്മിസും
കപ്പലണ്ടിയും നമ്മൾ വറുത്ത് എടുത്തിട്ടുണ്ട്. വടക്കോട്ടൊക്കെ എല്ലാവരും നിലക്കടല എന്നാണ് പറയുന്നത്, അപ്പോൾ നമ്മളിവിടെ കപ്പലണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കപ്പലണ്ടിയൊക്കെ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. കുറച്ച് പായസത്തിന് തേങ്ങാക്കൊത്ത് നിർബന്ധമാണ്. ഇപ്പം തേങ്ങയ്ക്കൊക്കെ എന്താ തീ പിടിച്ച വിലയല്ലേ, തേങ്ങയും എണ്ണയും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ആവശ്യത്തിന് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. പായസം ഇടയ്ക്ക് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങയുടെ ഒരു കടി കിട്ടിയാൽ അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ തേങ്ങാക്കൊത്ത് എടുത്തത്. അപ്പം നമ്മൾ ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഇളക്കി ഒരു ചെറിയ ചുമന്ന കളർ വരുന്നത് വരെ നമ്മളൊന്ന് അത് ഒരു കളർ ചേഞ്ച് അത്രമാത്രം മതിയാകും. അതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. അപ്പം നമ്മൾ ഈ ഒരു ചെറുതായിട്ട് മൂത്തൊക്കെ വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാനുണ്ട്. തേങ്ങയില്ലേ, തേങ്ങ വിലപിടിപ്പുള്ളതുപോലെ തന്നെയാണ്. തേങ്ങ ഒന്ന് ഇളകുന്നുമില്ല, ഒന്ന് മൂത്ത് വരുന്നുമില്ല. അപ്പം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് അങ്ങ് കരിഞ്ഞും പോണ്ട എന്ന് കരുതിയിട്ടാണ് തീ കുറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇങ്ങനെ നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് വരികയാണ്. അപ്പോൾ തേങ്ങ നമ്മൾ ഇനി വറുത്ത് കോരാനായിട്ട് പോവുകയാണ്. ശരിക്കും ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഒരു ലേശം കൂടി നമുക്ക് ഇതിനൊന്ന് ഇതാക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മൂത്ത ആ ഒരു ടേസ്റ്റ് കിട്ടാൻ പാടാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ പായസത്തിനുള്ള കാഷ്യൂനട്ടും അതുപോലെ തന്നെ കപ്പലണ്ടിയും കിസ്മിസും ഒക്കെ തേങ്ങാക്കൊത്തും ഒക്കെ നമ്മളിതാ വറുത്ത് നെയ്യിലിട്ടാണ് വറുത്ത് നമ്മൾ കോരിയിട്ടുണ്ട്. ഇനി ആ ബാക്കി വരുന്ന നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഉള്ളത് നമ്മുടെ അരിഞ്ഞ് വച്ചിരിക്കുന്ന ചക്കയാണ്. നല്ല തേനൂറുന്ന വരിക്ക ചക്കയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. ഇത് അവസാനത്തെ ചക്കയാണ്. ചക്കയൊക്കെ തീരുമ്പോഴാണ്, ചക്ക സീസൺ തീരുമ്പോഴാണ് ചക്കയ്ക്ക് മധുരമേറുന്നതും ചക്കയ്ക്ക് രുചി കൂടുന്നതും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാത്തവർ ഒന്ന് ശ്രദ്ധിക്കണം. ചക്ക തീരുന്ന സീസണിൽ ചക്കയ്ക്ക് അധികം ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ചക്ക സീസൺ തുടങ്ങുമ്പോഴും ചക്കയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ രണ്ടിനും ഇടയ്ക്കുള്ളൊരു സമയമുണ്ടല്ലോ, ചക്ക പഴുത്ത് ചൊരിയുന്നൊരു സമയമുണ്ട്. അതായത് ചക്ക ഇഷ്ടംമാതിരിയുള്ള സമയത്ത് ചക്കയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല എന്നാണ് പൊതുവെ പൂർവികർ പറയുന്നത്. ഇതെൻ്റെ അഭിപ്രായം ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ചക്ക എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡാണ് ചക്ക എന്ന് പറയുന്നത്. ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്ന് പോലെ നമുക്ക് ചക്ക ഉപയോഗിക്കാവുന്നതാണ്. അത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഇന്ന് കേരളീയർക്ക് ചക്ക എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഒന്നും അല്ല കേട്ടോ. അപ്പം നമ്മളിതാ നമ്മുടെ വരിക്കച്ചക്ക നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നെയ്യിൽ കിടന്ന് ഇതൊന്ന് വാടി വരണം. നല്ലതുപോലെ ഇതൊന്ന് വാടി വന്നാൽ മാത്രമേ പിന്നീട് നമുക്ക് അതിന് നന്നായിട്ട് ആ ഒരു വേവ്, നല്ലൊരു പരുവത്തിന് വേവ്. ഇത് നമ്മുടെ ചൗരി കണ്ടോ, ചൗരി ഇതാ മീൻ കണ്ണ് പോലെ ചൗരി വെന്ത് വന്നിരിക്കുകയാണ്. ഇനി നമ്മളിതിനെ മാറ്റി വെച്ചിരിക്കുന്നു. പക്ഷേ ഈ ചവ്വരിക്കൊരു പ്രശ്നമുണ്ട്. ചവ്വരി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചവ്വരി അവിടെ ഇരുന്ന് കട്ട പിടിക്കും കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ ചവ്വരി ആ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ചക്ക നമുക്ക് കുറച്ചുകൂടി ഒന്ന് വറുത്ത് എടുക്കാനുണ്ട്. ആ ഒരു ടൈം വരെ നമുക്ക് ചവ്വരിയും ബാക്കി സാധനങ്ങളും ഒക്കെ ഇവിടെ മാറ്റി വെച്ചിരിക്കാം. ഇനി നമ്മൾ ചക്ക നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ അധികം വന്ന ഒരു ക്യാമറാമാൻ വന്നിട്ട് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. എൻ്റെ മോള് വന്ന് എടുത്ത വീഡിയോയാണ് ഇത്. അതാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാഷ്യൂനട്ടൊക്കെ എടുത്ത് കാണിച്ചു തരികയാണ്. ഓരോ സാധനങ്ങളും എടുത്ത് ഇങ്ങനെ കാട്ടിത്തരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ പിടിച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചക്ക കുറേ അങ്ങ് കുറേ നന്നായിട്ട് ഇളക്കണം കേട്ടോ. വരിക്കച്ചക്ക ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ് ഒന്ന് വെന്ത് വരാനൊക്കെ കുറച്ച് സമയമെടുക്കും. പക്ഷെ നന്നായിട്ട് നല്ലതുപോലെ വെന്ത് വന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച്
ശർക്കര പാനി തയ്യാറാക്കാം. നമ്മൾ ആവശ്യത്തിന് മധുരം, വരിക്കച്ചക്കയിൽ നല്ല മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കര ആ മധുരത്തിന് ആവശ്യത്തിന് എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ മധുരം അധികരിച്ചു പോകും. അപ്പോൾ ആവശ്യത്തിനുള്ള നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമാണ് എന്നത് അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചാണ്. അപ്പം നമുക്ക് മധുരം കുറച്ച് മതിയാകും. അപ്പം നമ്മൾ ഇവിടെ ആവശ്യത്തിന്, എന്നാലും അത്യാവശ്യത്തിന് കുറച്ചധികം ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ശർക്കര ഒന്ന് പാനിയായി വരുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് ചക്കയുടെ അടിയിൽ പിടിക്കാതെ ആ ചക്ക കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചക്ക അതാ ഏറെക്കുറെ ഒക്കെ ഒന്ന് കുഴഞ്ഞ് വരുന്നുണ്ട്. ചക്ക നല്ലതുപോലെ വെന്ത് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു പാകം കിട്ടുകയുള്ളൂ. അപ്പം നേരെ നമുക്ക് ഇതിലോട്ട് നമ്മൾ പാൽ വീത്തുകയാണ് കേട്ടോ. നമ്മൾ പാലാണ് വീത്തുന്നത്. പിന്നെ തേങ്ങയ്ക്കൊക്കെ വില കൂടിയത് കൊണ്ട് ഇപ്പോൾ തേങ്ങാപ്പാൽ വീത്താൻ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ പാൽ വീത്തിയത് കേട്ടോ. പാൽ ഭയങ്കര ടേസ്റ്റാണ്. പാല് ആവുമ്പം കുറച്ചുകൂടി ന്യൂട്രിഷൻ അടങ്ങിയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പാലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മളിന്നിപ്പോൾ 2.5 ഗ്ലാസ്സോളം പാലാണ് ഇതിൽ വീത്തിയിരിക്കുന്നത്. അതായത് ഒരു കവർ പാല് നമ്മൾ അതിലോട്ട് പൊട്ടിച്ച് വീത്തി. ഇനി നമ്മൾ ആ ഒരു ചവ്വരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ചവ്വരി നമ്മൾ പറഞ്ഞില്ലേ, ചവ്വരി ഇങ്ങനെ കട്ടി ആയി. അപ്പോൾ ഇനി ചെറുതായിട്ട് ഒന്ന് പതുക്കെ നമുക്ക് അതിനെ കോരി അങ്ങ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ചവ്വരി ഇതിലോട്ട് ഒന്ന് കോരി ഇട്ട് കൊടുക്കുക. വീഴാൻ പാടാണ്, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പം നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ട് ലേശം ഒത്തിരി വെള്ളം, ചെറിയ ചൂടുവെള്ളം അതിൽ വീത്തിയപ്പോൾ ആ ചവ്വരി ഈസി ആയിട്ട് ഇങ്ങ് ഇറങ്ങിപ്പോന്നു. അപ്പോൾ നമുക്ക് കണ്ടോ, അതിലോട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലും ചവ്വരിയും അതുപോലെ നമ്മുടെ ചക്കയും കൂടി ചേർന്ന് ഇനി കുറേ നേരം അത് നമുക്ക് ഇതിലോട്ട് ആ ഒരു ശർക്കര പാനി കൂടി നമ്മൾ വീത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് അതിൽ കിടന്ന് നല്ല പാകത്തിന് ആവും. ഇനി നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ തരത്തിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല രസമാണ്. നമ്മുടെ പായസമായാലും മറ്റേത് നമ്മൾ എന്ത് മധുരമുള്ള സാധനം നമ്മൾ എന്തുണ്ടാക്കിയും അതിലൊരു ചെറുമണിയോളം ഒരു പൊട്ടിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ നമ്മൾ കിസ്മിസും ബാക്കി നമ്മുടെ തേങ്ങാക്കൊത്തും എല്ലാം കൂടി, കപ്പലണ്ടി എല്ലാം കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പായസം നല്ലൊരു കുറുവൽ പരുവത്തിൽ വന്നിരിക്കുകയാണ്. ആവശ്യത്തിന് ഭയങ്കര കട്ടിയുമല്ല ഭയങ്കര ലൂസുമല്ല, അങ്ങനെ ഒരു പാകത്തിന് നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അടുപ്പിൽ നിന്ന് തന്നെ എൻ്റെ മോൻ അടിച്ചു മാറ്റിക്കൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടിയത് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പായസത്തിൻ്റെ മണം കേട്ടപ്പോൾ തന്നെ അവർക്കവിടെ ഇരിക്കപ്പൊറുതി ഇല്ലാതായി. 2 പേരും കൂടെ അടുക്കളയിൽ വന്നു. അടുത്ത ആൾ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇളക്കാൻ വന്നതൊന്നും അല്ല, ഇതൊന്ന് കൈയിട്ട് വരാനായിട്ട് വന്നതാണ്. അകത്ത് കയറിയിരുന്ന് നോക്കുകയാണ്. അപ്പോൾ 2 പേരും കൂടി ഇനി ഗ്ലാസ് എല്ലാം സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവർക്കത് വീത്തി കുടിക്കണം എന്ന ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ടേസ്റ്റ് നോക്കി ഇപ്പോൾ അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അഭിപ്രായം പറയാമെന്ന് വ്യാജേന ഇരിക്കുകയാണ്. കൊള്ളാം, അടിപൊളിയായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊള്ളാമെങ്കിൽ ഉള്ളതുപോലെ പറയുള്ളൂ കേട്ടോ. കൊള്ളൂല എന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും ഇത് കൊള്ളൂല എന്ന് പറയും. അങ്ങനെ ഒരാളാണ്. അതുകൊണ്ട് നമുക്കിത് ഉറപ്പിക്കാം, സംഭവം സൂപ്പറാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇവിടെ നടന്നുകൊണ്ട് പായസം കുടിക്കുന്നവരുണ്ട്, ഇരുന്ന് കൊണ്ട് പായസം കുടിക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിലും പായസം കുടിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരിക്കച്ചക്ക കിട്ടിയാൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.